ഇവനൊക്കെ ഫ്രീലി അവൈലബിൾ ആണ്. നമസ്കാരം. ഇന്നലെ ഡി അഡിക്ഷൻ നമ്മുടെ അടുത്ത് വന്ന ഒരു കിടി കാണിച്ചൊരു സംഭവമാണ്. ഇതെന്താണെന്ന് കൃത്യമായിട്ട് പറയണില്ല, കാരണം ഇത് പറഞ്ഞ പല ആൾക്കാരും ഇത് വാങ്ങാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് കഞ്ചാവാണ്. കഞ്ചാവ് ഓൺലൈനിൽ അവൈലബിൾ ആണ് എന്നുള്ളതിന്റെ ഒരു പ്രൂഫാണ് ഈ പുള്ളിക്കാരൻ നമ്മുടെ കയ്യിൽ കാണിച്ചത്. ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, വേദന എന്നൊക്കെ പറഞ്ഞാണ് ഇത് അവൈലബിൾ ആയത്. ഞാനിത് പ്രത്യേകമായിട്ട് നിങ്ങളോട് പറയാനുള്ള കാരണം, പല പാരന്റ്സിന്റെ വിചാരം ഈ കഞ്ചാവ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കഞ്ചാവിന്റെ പ്രിപ്പറേഷൻസ് പല രീതിയിൽ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് സൂചിപ്പിക്കുക മാത്രമാണ്. ഒരു കഞ്ചാവിനെ കുറിച്ചുള്ള ചെറിയൊരു തെറ്റിദ്ധാരണ മാറ്റാൻ താല്പര്യപ്പെടുന്നു. അടുത്തു വരുന്ന കുട്ടികളൊക്കെ പലപ്പോഴും നമ്മളോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നിങ്ങൾ ഉപയോഗിച്ചു നോക്കാത്തതുകൊണ്ടാണ് അതിന്റെ ഗുണം നമ്മൾ മനസ്സിലാക്കാത്തത്. അവര് പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ്, പലരും നെറ്റൊക്കെ കണ്ടിട്ട് പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ്. വളരെ ശാസ്ത്രീയമായ വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. സാറേ, ഇത് ഒരിക്കലും ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ഉണ്ടാക്കില്ല, ഒരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് മാത്രമേ ഉണ്ടാക്കൂ. അവരുടെ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ്: ആൽക്കഹോള്, മദ്യം പോലെ, അല്ലെങ്കിൽ MDMA, ക്രിസ്റ്റൽ മെത്ത്, നിക്കോട്ടിൻ, സ്മോക്കിംഗ് ഒക്കെ ഉപയോഗിക്കുന്ന പോലെ അത്ര ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന ആളല്ല. പക്ഷെ ശാസ്ത്രീയമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ കഞ്ചാവ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ മദ്യപാനം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ പോലെയുള്ള ലക്ഷണങ്ങൾ ഇത് ഉണ്ടാക്കുന്നില്ലെന്ന് സത്യമാണ് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെതായ ഒരു ഡിപ്പെൻഡൻസ് സിൻഡ്രോംസ് ഉണ്ട്, വിഡ്രോൾസ്. നമ്മൾ പറയുന്ന പോലെ ദേഷ്യം, അകാരണമായ ദേഷ്യം, ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ, പിന്നെ വിശപ്പില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ വൈൽഡ് ആയിട്ടുള്ള ഡ്രീംസ് കാണും. അങ്ങനത്തെ ചില എഫക്ട്സ് കന്നാബിസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ ടോളറൻസ് വരുന്ന അവസ്ഥ, ടോളറൻസ് പറഞ്ഞാൽ മുമ്പ് ഉപയോഗിച്ചിരുന്ന അവസ്ഥയെ എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഉപയോഗിക്കുന്നു. കാരണം ബ്രെയിൻ തന്നെ അതിന്റെ റിസപ്റ്റേഴ്സിൽ വ്യത്യാസം വരുന്നതാണ്. ബ്രെയിനിന് തന്നെ നാച്ചുറലി കന്നാബിനോയിഡ് റിസപ്റ്റേഴ്സ് ഉണ്ട്, സന്തോഷം തരുന്ന ചില കന്നാബിനോയിഡ് റിസപ്റ്റേഴ്സ്. പുറമേ നമ്മൾ കന്നാബിസ് കൊടുക്കുമ്പോൾ ബ്രെയിൻ കട്ട് ഓഫ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ടോളറൻസ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ക്രേവിങ്, അതേപോലെ ഒക്കെ. അപ്പോൾ കഞ്ചാവ് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു വാദം ശരിയല്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ നേരത്തെ കഞ്ചാവ് ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ അവരതിന് അഡിക്റ്റഡ് ആകുന്ന അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ജാഗരൂകതയോടെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവനൊക്കെ ഫ്രീലി അവൈലബിൾ ആണ്.